ഏതായാലും നമുക്ക് അപ്ഡേറ്റ്സിലോട്ട് പോകാം. നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റ് നോക്കുമ്പോൾ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് തന്നെയാണ് തുടരുന്നത്. എന്നാലും മാർക്കറ്റിൻ്റെ ഒരു കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഇപ്പോൾ സഫാൻ ജോയിൻ ചെയ്യുന്നതാണ്. സഫാൻ, ഇന്ന് വിപണി നോക്കുമ്പോൾ ഒരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേറ്റ്സ്? ഓവറോൾ സെക്ടോറിയൽ ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ഒരു സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഏകദേശം 1.13% സെൽ ഓഫ് ആണ് ഈ മണിക്കൂറിൽ രേഖപ്പെടുത്തുന്നത്. കൂടാതെ 18,000 എന്ന ലെവൽ കൈവിടുന്ന സ്മോൾ ക്യാപ് ഇൻഡെക്സിനാണ് ഈ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലോസിംഗ് സ്മോൾ ക്യാപ് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. 18,000 എന്ന ലെവലിൽ നിന്ന് ഒരു സ്ട്രോങ് ഹോൾഡിംഗ് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ വീണ്ടും ഒരു അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവൂ. കറന്റ് മാർക്കറ്റിൽ ഒരു ടെക്നിക്കലി വീക്ക്നെസ് ആണ് കാണാൻ സാധിക്കുന്നത്. സ്മോൾ ക്യാപ് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് ഹഡിൽ 18,547 എന്നതാണ്. അത് മറികടക്കുകയാണെങ്കിൽ 19,217 എന്നത് നിയർ ടേം ടാർഗറ്റായി ഈ ഒരു മേഖലയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മിഡ് ക്യാപ് ഇൻഡെക്സിലും ഒരു സമാനമായ സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. 0.7% ഇടിവാണ് ഈ ഒരു മേഖലയിൽ ഫോം ചെയ്തിട്ടുള്ളത്. 58,439 എന്നത് ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം നിയർ ടേം സപ്പോർട്ടായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇനി നിഫ്റ്റിയിലെ പ്രകടനം നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഈ മണിക്കൂറിൽ 0.67% ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. ടെക്നിക്കലി വീക്ക് സ്റ്റേജിലാണ് നിഫ്റ്റി കറന്റ് ട്രേഡ് ചെയ്യുന്നത്. കാരണം 25,714 എന്ന ഇമ്പോർട്ട് ലെവൽ കൈവിടുന്ന നിഫ്റ്റിയാണ് റീസെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് 2 ഡേയ്സ് ആയി നിഫ്റ്റിയിൽ വോളിയം ബേസ്ഡ് സെൽ ഓഫ് ക്യാൻഡിലാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നും ഒരു പാനിക് സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 28,000 എന്ന ലെവൽ, അത് ഹൈ ഡിമാൻഡ് സോൺ ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കൂടാതെ നിഫ്റ്റിന്റെ നെക്സ്റ്റ് ഹഡിൽ 25,714 എന്നതാണ്. അത് മറികടന്നാൽ മാത്രമേ നിഫ്റ്റിയിൽ ഒരു അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവൂ. അല്ലാത്ത പക്ഷം മോർ കറക്ഷൻ പോസിബിലിറ്റി എന്നതാണ് എക്സ്പെർട്ട് ഒപ്പീനിയൻ. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിക്ക് സമാനമായ ഒരു സെൽ ഓഫ് ബാങ്ക് നിഫ്റ്റിയിലും കാണാൻ സാധിക്കുന്നുണ്ട്. 0.46% ഇടിവാണ് ബാങ്ക് നിഫ്റ്റി കറന്റ് ഫോം ചെയ്തിട്ടുള്ളത്. 57,484 എന്ന ലെവൽ റീകവർ ചെയ്താലുള്ളൂ ബാങ്ക് നിഫ്റ്റിയിലെ ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യാവൂ. അല്ലാത്ത പക്ഷം അതൊരു റിജക്ഷൻ സോണായി ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ഇനി മാർക്കറ്റിലെ മണിക്കൂറിലെ പ്രകടനം നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 12 സ്റ്റോക്കുകൾ അഡ്വാൻസും 32 സ്റ്റോക്കുകൾ ഡിക്ലൈനുമാണ്. എന്നാൽ ബാങ്ക് നിഫ്റ്റിയിലാകട്ടെ 2 സ്റ്റോക്കുകൾ അഡ്വാൻസും 10 സ്റ്റോക്കുകൾ ഡിക്ലൈനുമാണ്. സെക്ടോറിയൽ ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ ഓവറോൾ ഒരു സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. ഓട്ടോ മേഖല 0.98% ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ എനർജി ആകട്ടെ 0.68% ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. FMCG ഒരു ഫ്ലാറ്റ് മോഡിൽ ട്രേഡ് ചെയ്യുന്നത്. IT ഇൻഡെക്സിൽ 1.45% ഇടിവാണ് മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. ടെക്നിക്കലി വീക്ക് സ്റ്റേജിൽ ട്രേഡ് ചെയ്യുന്ന മീഡിയ സൂചികയിലും ഒരു സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. മെറ്റലിലും 0.7% ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഓവറോൾ സെക്ടോറിയൽ ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ഒരു സെൽ ഓഫ് ആണ് ഓവറോൾ കാണാൻ സാധിക്കുന്നത്. ഇനി സെക്ടോറിയൽ ഇൻഡിസസിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മീഡിയ 0.93% ഇടിവ്, അതായത് 1606 എന്നത് ഒരു ഹൈ റിജക്ഷൻ സോണായി ഈ ഒരു മേഖലയിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് ഹൈ ബിയറിഷ് കാൻഡിൽസ് ആണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മീഡിയ സൂചികയിൽ ഈ വീണ്ടും ഒരു കറക്ഷൻ പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ 1606, 1675 എന്ന ഹഡിൽസ് മറികടക്കണം. അല്ലാത്ത പക്ഷം മോർ കറക്ഷൻ പോസിബിലിറ്റി എന്നതാണ് എക്സ്പെർട്ട് ഒപ്പീനിയൻ. മറ്റൊരു ട്രെൻഡിംഗ് മേഖലയായ ഫാർമ മേഖലയിൽ നേരിയ തോതിലുള്ള ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. ഒരു റേഞ്ച് കൺസോൾട്ടേഷൻ ആണ് ഫാർമ മേഖലയിൽ ഫോം ചെയ്തിട്ടുള്ളത്. 22,674 എന്ന ഹഡിൽ മറികടക്കുകയാണെങ്കിൽ ഫാർമ ഓഹരികളിൽ വീണ്ടും ഒരു അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാമെന്നതാണ് എക്സ്പെർട്ട് ഒപ്പീനിയൻ. കൂടാതെ 21,997 എന്നത് നിയർ ടേം സപ്പോർട്ടായി ഈ ഒരു മേഖലയിൽ ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇനി നിഫ്റ്റിയിലെ ഈ മണിക്കൂറിലെ ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അദാനി എന്റർപ്രൈസസ് 0.9% മുന്നേറ്റം രേഖപ്പെടുത്തുമ്പോൾ ICICI ബാങ്കിലും നേരിയ തോതിലുള്ള മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. HDFC ലൈഫ് ആകട്ടെ 0.4% മുന്നേറ്റത്തിൽ ട്രേഡ് ചെയ്യുമ്പോൾ സൺഫാർമയിലും 0.5% മുന്നേറ്റമാണ് പ്രകടമാവുന്നത്. നിഫ്റ്റിയിലെ ടോപ്പ് ലോസസ് ലിസ്റ്റ് നോക്കുമ്പോൾ HCL ടെക് 1.83% ഇടിവ്, അതുപോലെ വിപ്രോ, SBI, TCS എന്നീ ഓഹരികളിലെല്ലാം നേരിയ തോതിലുള്ള ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ടോപ്പ് ലോസേഴ്സിൽ IDFC ഫസ്റ്റ് ബാങ്ക് 1.5% ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ കനറ ബാങ്കിലും ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഫെഡറൽ ബാങ്ക് എന്നീ ഓഹരികളിലെല്ലാം നേരിയ തോതിലുള്ള ഇടിവും പ്രകടമാവുന്നുണ്ട്. ഈ ബാങ്കിലെ ടോപ്പ് ഗെയിനർ നോക്കുകയാണെങ്കിൽ ICICI ബാങ്കിൽ മാത്രമാണ് നേരിയ തോതിലുള്ള മുന്നേറ്റം കാണാൻ സാധിക്കുന്നത്. ഏകദേശം 0.7% മുന്നേറ്റമാണ് ഈ ഒരു ഓഹരി രേഖപ്പെടുത്തുന്നത്. ഇനി ടെക്നിക്കലി വീക്ക് സ്റ്റേജിൽ ട്രേഡ് ചെയ്യുന്ന മീഡിയ സൂചികയിലെ ടോപ്പ് ലോസസ് നോക്കുകയാണെങ്കിൽ സരിഗമ 2.78% ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. സരിഗമയെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി വീക്ക് സ്റ്റേജിലാണ് ഈ ഒരു ഓഹരി ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ നെറ്റ്വർക്ക് 18 1.25% ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ഡെൻ നെറ്റ്വർക്ക്സ്, സി എന്റർടൈൻമെന്റ്, ഹാത്വേ കേബിൾ എന്നീ മീഡിയ സൂചികയിലെ ഓഹരികളിലെല്ലാം ഒരു സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇനി ബാക്ക് ടു മാർക്കറ്റ് വരികയാണെങ്കിൽ ഈ മണിക്കൂറിലെ ട്രെൻഡിങ് സ്റ്റോക്കായ
ന്യൂലാൻഡ് ലാബ്സിൽ നേരിയ തോതിലുള്ള മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. മാർക്കറ്റിൽ നല്ലൊരു സെൽ ഓഫ് നടന്നെങ്കിൽ പോലും ഈ ഒരു ഓഹരി സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. റീസെന്റ് 31 ഒക്ടോബറിലാണ് സ്ട്രോങ് ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ, അതായത് 16,434 എന്ന ലെവലിൽ ഹോൾഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. അവസാനമായി ലാസ്റ്റ് സ്ട്രോങ് മൂവേഴ്സ് നോക്കുകയാണെങ്കിൽ 45 ആണ്. ഇത് മാർക്കറ്റ് ബ്രെഡ്ത്ത് ഇൻഡിക്കേഷൻസ് എല്ലാം ഗ്രാജുവൽ ഡിക്രീസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യെസ് വിഷ്ണു, ഇതൊക്കെയാണ് മാർക്കറ്റ് അപ്ഡേറ്റ്സ്. താങ്ക് യു സഫാൻ, ഇത്രയും അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്.